ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു വോയിസ്. ആളുകളെ കൊന്ന് അവരുടെ വായ് വലിച്ചു കയറി ചിരിപ്പിക്കുന്ന അവസ്ഥയിൽ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന ഒരു സീരിയൽ കില്ലറെ പിടിക്കാനായി പുറകെ പോകുന്ന അൾഷിമേഴ്സ് ബാധിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ കില്ലറെ പിടിച്ചു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. കഥയുടെ തുടക്കം CBI ഓഫീസറായ ചിദംബരത്തിനെ കാണിച്ചുകൊണ്ടാണ്. 5 വർഷം മുന്നേ ആൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് അവൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ അവൻ്റെ ടെസ്റ്റ് റിസൾട്ടൊക്കെ എടുത്ത് അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഓർമ്മകളും നഷ്ടമാവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ആ ഓർമ്മകളൊക്കെ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്തു വെക്കാനും പറയുന്നു. ഇത് കേട്ട് വല്ലാതായ ചിദംബരം വളരെ പെട്ടെന്ന് തന്നെ അവൻ്റെ പോലീസ് ലൈഫിൽ അവൻ അന്വേഷിച്ച കൊലപാതകങ്ങളൊക്കെ മൈ സീരിയൽ കില്ലിംഗ് കേസസ് എന്ന ടൈറ്റിലുള്ള ഒരു ബുക്കാക്കി മാറ്റി. അങ്ങനെ ആ ബുക്ക് പ്രകാശനം ചെയ്യുന്ന സമയത്ത് മീഡിയയിലുള്ള ആൾക്കാർ ചോദിക്കും, നിങ്ങളുടെ ബുക്കിലെ ലാസ്റ്റ് പേജിലുള്ള സ്മൈൽ മാൻ എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാത്തത്? കുറ്റവാളിയെ വരെ ഓഫീസറായ വെങ്കടേഷ് ചുട്ടുകൊന്നതല്ലേ? ഓഫീസർ വെങ്കടേഷ് അന്ന് കേസ് ക്ലോസ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത് കേട്ടതും ചിദംബരത്തിൻ്റെ കൈയൊക്കെ വിറക്കാനായി തുടങ്ങി. അവൻ്റെ മനസ്സിൽ ഏതോ ഒരു ചെറിയ കുട്ടി ചിദംബരം അങ്കിൾ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നതായി തോന്നി. അവനെ ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ അവനെ അവിടെ നിന്ന് കൂട്ടി പുറത്തേക്ക് പോയി. അപ്പോഴാണ് ഓഫീസർ വെങ്കടേഷിൻ്റെ മകനായ അരവിന്ദ് അങ്ങോട്ടേക്ക് വരുന്നത്. അരവിന്ദ് ഒരു CID ആണ്. റീസെൻ്റ്ലി ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂരേക്ക് പ്രൊമോഷൻ കിട്ടി ട്രാൻസ്ഫറായി വന്നതാണ്. അവൻ ആദ്യം ചിദംബരത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞ് ശേഷം ഒരു കാര്യം കൂടി ചോദിക്കുന്നു. എൻ്റെ അച്ഛനെ കാണാതായ ദിവസം സാറ് മാത്രമാണ് അച്ഛൻ്റെ കൂടെ ഉണ്ടായത്. എന്നാൽ അച്ഛൻ മരിച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിനേക്കാൾ വേദനയാണ് എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എവിടെയാണ് എന്നൊക്കെ അറിയാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു. ഇത് കേട്ട ചിദംബരം പറയുന്നു, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും നിന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ കിട്ടുമെന്നും പറഞ്ഞ് വീടെത്തുന്നതിന് മുന്നേ കാറിൽ നിന്ന് ഇറങ്ങി തന്നെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കി മെല്ലെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ഒരു ദിവസം ചിദംബരം പഴയ വക്കീൽ ഗുമസ്തനായ വീരയെ കാണാൻ വീരയുടെ വീട്ടിലേക്ക് പോയി. ശേഷം നിങ്ങളുടെ കോർട്ട് സർവീസിൽ പണത്തിൻ്റെയും പവറിൻ്റെയും ഇൻഫ്ലുവൻസ് കൊണ്ട് രക്ഷപ്പെട്ടു പോയ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത 4 പേരുടെ ഡീറ്റെയിൽസ് കൊടുക്കുവാനായി പറഞ്ഞു. ശേഷം കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് ആ 4 പേരെയും വളരെ തന്ത്രപരമായി നോട്ടീസ് ചെയ്യാനും നമ്മളെ കൂടാതെ വേറെ ആരെങ്കിലും അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ദൗത്യവും വീരയെ ഏൽപ്പിച്ചു. ശേഷം വീട്ടിലെത്തി 4 പേരുടെയും ഡീറ്റെയിൽസ് നോക്കുകയാണ് ചിദംബരം. ആദ്യത്തേത് വിനോദ്. പാവങ്ങളുടെ പൈസ ചിട്ടി എന്ന പേരിൽ തട്ടിയെടുത്ത് എല്ലാവരെയും പറ്റിച്ച് വലിയ ക്യാഷുകാരനായി ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു. രണ്ടാമത്തേത് രവിചന്ദ്രൻ. ഒരു കാമപിശാചാണ്. സ്വന്തം മകളെ വരെ റേപ്പ് ചെയ്ത് കൊന്ന് മകൾ അവളുടെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ലോക്കൽ പോലീസിന് പണം കൊടുത്ത് കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. മൂന്നാമത്തേത് സെൽവരാജ്. കള്ളച്ചാരായം ഉണ്ടാക്കി വിൽക്കുന്ന വ്യാപാരി. അവൻ കാച്ചിയ ചാരായം കുടിച്ച് ഒരുപാട് പേർ മരിച്ചു പോയിട്ടുണ്ട്. അവസാനത്തേത് ഹെഡ് മാസ്റ്ററായ ശക്തിവേൽ. ചെറിയ പെൺകുട്ടികളെയൊക്കെ സെക്സ് ടോർച്ചർ ചെയ്യുന്ന കാമപ്രാന്തൻ. അവൻ കൊടുത്ത ടോർച്ചർ കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിദംബരം ഈ 4 പേരെയും വളരെ തന്ത്രപരമായി പല സ്ഥലങ്ങളിൽ വെച്ച് കാണുകയും പല കളവും പറഞ്ഞ് അവരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ശേഷം ഒരു രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ശക്തിവേലിനെ ഒരു വണ്ടി ഫോളോ ചെയ്ത് വരുന്നതായി കാണിക്കുന്നു. അവനെ ഇടിച്ചിട്ട് വണ്ടിയിൽ കിടത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ശേഷം പിറ്റേ ദിവസം രാവിലെ റോഡ് ക്ലീൻ ചെയ്യാൻ വരുന്ന ഒരാൾ വന്ന് വേസ്റ്റ് ബിൻ തുറന്നു നോക്കിയപ്പോഴാണ് അത് ആ ശക്തിവേലിൻ്റെ ബോഡി അതിൻ്റെ ഉള്ളിൽ, അതും വായ കയറി ചിരിപ്പിക്കുന്ന അവസ്ഥയിൽ. ഇതറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ ഉടനെ തന്നെ CBI ഓഫീസറായ ഗണപതിയെ വിളിച്ച് സ്മൈൽമാൻ പാറ്റേണിൽ വീണ്ടും ഒരു കൊല നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടെന്ന് ഗണപതി ഒന്ന് ഞെട്ടി. ശേഷം അരവിന്ദിനെ സംഭവം നടന്ന സ്ഥലത്തേക്ക് അന്വേഷിക്കാനായി പറഞ്ഞു വിട്ടു. 5 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നത്. എന്നാൽ ആ കില്ലറെ അരവിന്ദിൻ്റെ അച്ഛൻ കണ്ടുപിടിക്കുകയും വെങ്കടേഷ് അവനെ ചുട്ടുകൊല്ലുകയും ചെയ്തിരുന്നു. 5 വർഷം മുന്നേ ഈ സംഭവം നടന്ന സമയത്ത് വെങ്കടേഷിൻ്റെ കൂടെ ചിദംബരമായിരുന്നു അന്വേഷണത്തിനായി കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അരവിന്ദ് ചിദംബരത്തിൻ്റെ ഹെൽപ്പിനായി പോകുന്നു. എന്നാൽ അവൻ്റെ അവസ്ഥ അറിയുന്ന ഡോക്ടർ അതിന് സമ്മതിച്ചില്ല. 1 വർഷമെങ്കിലും ഉണ്ടാവാൻ ചാൻസുള്ള മെമ്മറി 1 മാസത്തിലേ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ചിദംബരം അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അരവിന്ദിന് ഈ കേസിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഓഫീസിലേക്ക് പോയി എല്ലാവരും കൂടി പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു. ചിദംബരം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോവാതിരിക്കാനായി റെക്കോർഡ് ചെയ്തു വെക്കാനും തുടങ്ങി. ഇതേ സമയം വീരയ്യ ന്യൂസ് പേപ്പറിൽ ശക്തിവേൽ മരണപ്പെട്ട വാർത്ത കണ്ടിട്ട് ആകെയൊന്ന് ഞെട്ടി. ഇത് ഞാൻ കൊടുത്ത 4 പേരിൽ ഒരാളാണല്ലോ എന്ന് ചിന്തിക്കുന്നു. മറുവശത്ത് ചിദംബരമാണെങ്കിൽ വിചാരിച്ച പോലെ ആദ്യത്തെ കൊല നടന്നിരിക്കുന്നു. ഇനി അവൻ്റെ ചിന്ത മുഴുവൻ എൻ്റെ വശത്തേക്കായിരിക്കുമെന്ന് റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ സീരിയൽ കില്ലറും ചിദംബരവും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. വീരയ്യ ചിദംബരത്തിനെ ഫോൺ ചെയ്തിട്ട് എന്താണ് സാർ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അന്ന് 4 പേരെയും നിരീക്ഷിക്കാൻ പറഞ്ഞ സമയത്ത് നമ്മളെ കൂടാതെ മറ്റാരെങ്കിലും അവരെ നിരീക്ഷിക്കുന്നതായി തോന്നിയിരുന്നു എന്ന് ചിദംബരം ചോദിക്കുന്നു. ഇല്ല സാർ എന്ന് വീരയ്യ മറുപടി പറഞ്ഞു.
മറ്റുള്ള 3 പേരെ കൂടി വാച്ച് ചെയ്യാനായി പറഞ്ഞ് ചിദംബരം കോള് കട്ട് ചെയ്തു. ശേഷം ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സിനെയും കൂട്ടി ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് അന്വേഷണത്തിനായി പോകുന്നു. ആ സമയത്താണ് ഒരു ഭിക്ഷക്കാരൻ ബോഡി കിടന്ന വേസ്റ്റ് ബിന്നിൽ നിന്നും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കി വരുന്നത്. ഇത് കണ്ട ചിദംബരം ബോഡി കിട്ടിയ ദിവസം പറഞ്ഞിട്ട് അന്ന് എന്തെങ്കിലും ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചിരുന്നു എന്ന് അവനോട് ചോദിച്ചു. എന്നാൽ അയാളാണെങ്കിൽ അന്ന് എനിക്കൊന്നും ഇതിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല, ഒരു ദൈവം വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി കൊണ്ടുവന്ന് തന്നു എന്ന് പറഞ്ഞു. അതാരാണെന്ന് എനിക്കറിയില്ല, മുഖമൊന്നും ശരിക്കും കണ്ടിട്ടില്ല എന്നും കൂട്ടിച്ചേർത്തു. അവൻ്റെ സംസാരത്തിൽ നിന്നും കില്ലർ ആണാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ശേഷം പിറ്റേ ദിവസം രാവിലെ ചിദംബരത്തിനെ കാണാനായി വീരയ്യ അവൻ്റെ വീട്ടിലേക്ക് വരുന്നു. എന്ത് സംഭവിച്ചാലും എന്നെ കാണാനായി ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞതല്ലേ, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പോവൂ എന്ന് പറഞ്ഞ് ചിദംബരം വീരയ്യയോട് ദേഷ്യപ്പെടാനായി തുടങ്ങി. എന്നാൽ വീരയ്യ ആണെങ്കിൽ അതിനിടയിൽ ബാക്കി 3 പേരെയും ഫോളോ ചെയ്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കൂടെയൊക്കെ സാറുമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചിദംബരം ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ വീരയ്യ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ശേഷം തന്നെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ചിദംബരം വല്ലാതെ അസ്വസ്ഥനാവുന്നുണ്ട്. തന്നെ എപ്പോഴും ആരോ ഫോളോ ചെയ്യുന്നതായി തോന്നുന്നുണ്ടായിരുന്നു അയാൾക്ക്. ശേഷം ചിദംബരം ആണെങ്കിൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറെ കാണാനായി പോകുന്നു. ഡോക്ടർ പറയുന്നത് ആൾ മരിച്ചതിന് ശേഷമാണ് വായു വലിച്ചു കീറിയത്. രക്തമുറക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ബോഡി ഡംപ് ചെയ്യുന്നത്. ആയുധമൊന്നും ഉപയോഗിച്ചതായി തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊടുത്ത് ചിദംബരത്തിനെ പറഞ്ഞു വിടുന്നു. എന്നാൽ പോയ ഉടനെ ചിദംബരം ആണെങ്കിൽ തിരിച്ചു വന്നിട്ട് സാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് ചോദിക്കുന്നു. എന്നാൽ ഡോക്ടർ ആണെങ്കിൽ അതിൽ ഇപ്പോൾ തന്നത് എന്ന് പറയുന്നു. അപ്പോഴാണ് ഈ അൾഷിമേഴ്സിന്റെ പ്രശ്നം കൂടി വരുന്നുണ്ടെന്ന് ചിദംബരത്തിന് മനസ്സിലായത്. ശേഷം സീൻ മാറി വീരയെ കാണിക്കുന്നു. രാത്രിയായ സമയത്ത് വീരയെ സെൽവരാജിനെ ഫോളോ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. എന്നാൽ പകുതിയിൽ വെച്ച് അയാളെ മിസ്സായതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. എന്നാൽ ശക്തിവേലിനെ തട്ടിക്കൊണ്ടുപോയ അതേ വണ്ടി വീരയെ ഫോളോ ചെയ്തു വരുന്നു. എന്നാൽ വീരയ്യ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് കയറിയ വീരയ്യ വെള്ളം കുടിക്കുന്ന സമയത്ത് ആരോ വന്ന് കതകിൽ തട്ടുന്നു. വീരയെ കുറച്ച് പേടിച്ച് ചിദംബരം സാറാണോ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് മറുപടിയും പറഞ്ഞു. എന്നാലും ശബ്ദം കേട്ട് സംശയം തോന്നിയ വീരയ്യ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ചിദംബരം സാറിനെ വിളിച്ചു. സാറാണോ എൻ്റെ ഡോറിൻ്റെ കതക് തട്ടുന്നത്? സാറാണെന്നും പറഞ്ഞ് ആരോ എൻ്റെ കതക് തട്ടുന്നു എന്നും പറഞ്ഞു. ഇത് കേട്ട ചിദംബരം ആണെങ്കിൽ ഞാനല്ല, ഡോറ് തുറക്കരുത്, ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ഇതേ സമയത്താണെങ്കിൽ തനിയെ ഡോറ് തുറന്നു വരുന്നു. വീരയ്യ ഭയപ്പെട്ട് ഡോറിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണെങ്കിൽ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ പേടിച്ച് ഡോർ ലോക്ക് ചെയ്ത സമയത്ത് അതാ കില്ലർ വീരയ്യയുടെ ബാക്കിൽ നിൽക്കുന്നു. അയാളാണെങ്കിൽ ഞാൻ ചിദംബരം ആണെന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഇതേ സമയം ചിദംബരം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കാറെടുത്ത് വീരയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ പകുതിക്ക് വെച്ച് അവൻ എപ്പോഴും തോന്നാറുള്ളത് പോലെ ഏതോ ഒരു പെൺകുട്ടി ചിദംബരം അങ്കിൾ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നതായി തോന്നി. പെട്ടെന്ന് തന്നെ അവൻ്റെ മൈൻഡ് ആകെ ബ്ലാങ്കായി, വഴിയൊക്കെ മറന്നുപോയി. വീരയുടെ കോള് കട്ടാവാത്തത് കൊണ്ട് തന്നെ സാർ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നത് ചിദംബരത്തിന് കേൾക്കാമായിരുന്നു. പിന്നെ ഓരോ വഴിയിലൂടെ പോയി അവസാനം ചിദംബരത്തിന്റെ വീട്ടിന് മുന്നിൽ തന്നെ എത്തുന്നു. എന്നാൽ അവിടെയാണെങ്കിൽ കില്ലർ വീരയുടെ വായൊക്കെ പൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. വീരയെ എന്ന വിളിച്ചിട്ടും തുറക്കാത്തതുകൊണ്ട് ചിദംബരം ആണെങ്കിൽ കതക് തള്ളി തുറന്നു. എന്നാൽ ഒരാൾ വന്നു നിന്നിട്ട് ആരാണെന്ന് ചോദിച്ചു. ചിദംബരം ആണെങ്കിൽ വീരയില്ലേ, വീരയുടെ വീടല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ അയാളാണെങ്കിൽ വീട് മാറിപ്പോയതാണെന്ന് പറഞ്ഞു. എന്നാൽ ചിദംബരത്തിനാണെങ്കിൽ അയാൾ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് തോന്നി. കാരണം ചിദംബരത്തിന്റെ ഓർമ്മകൾ കുറെ നഷ്ടമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ വിഷമത്തോടെ കാറിലേക്ക് പോയ സമയത്താണ് മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചിദംബരം റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡർ കാണുന്നത്. പെട്ടെന്ന് അതെടുത്ത് ഓണാക്കി നോക്കിയപ്പോൾ വീരയുടെ വീട് തന്നെയാണ് അതെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കതക് തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. വീരയെ ഇപ്പോൾ കില്ലർ കടത്തിക്കൊണ്ടുപോയെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അരവിന്ദിനെ വിളിച്ച് പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായി പറഞ്ഞു. അപ്പോഴാണ് പാലത്തിന്റെ അടുത്ത് നിന്നും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരൻ ഒരു ഓട്ടോക്കാരൻ ഡെഡ് ബോഡി ഇട്ടിട്ട് പോകുന്നത് കാണുന്നത്. പോലീസുകാർ ഉടനെ തന്നെ അവിടേക്ക് പോയി ഓട്ടോക്കാരനെ കൈയോടെ പിടിച്ചു. ബോഡി പോയി നോക്കിയപ്പോൾ അത് വീരയുടെ ബോഡി തന്നെയായിരുന്നു. ഉടനെ തന്നെ അവർ ചിദംബരത്തിനെ വിളിച്ചു. എന്നാൽ ഇതേ സമയം ചിദംബരത്തിന്റെ മുന്നിൽ കൂടി ഒരു വണ്ടി പോകുന്നുണ്ടായിരുന്നു. അയാൾ സംശയം കൊണ്ട് ആ വണ്ടി നിർത്താനായി ശ്രമിക്കുന്ന സമയത്താണ് പോലീസുകാർ കില്ലനെ കിട്ടിയെന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നത്. അങ്ങനെ ആ വണ്ടിയെ വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ വീണ്ടും സംശയം തോന്നി ആ വണ്ടിയിലെ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞെങ്കിലും അതിൽ നിന്നൊരു സ്മൈലിയുടെ ബോൾ പുറത്തേക്ക് എറിഞ്ഞ് വണ്ടി സ്പീഡിൽ പോയി. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിലാണെങ്കിൽ പോലീസുകാർ കില്ലറെ പിടിച്ചു എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ആ ഓട്ടോക്കാരൻ പറയുന്നു, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ഒരു കസ്റ്റമറെ ഇറക്കിയിട്ട് വരുന്ന സമയത്ത് എൻ്റെ ഓട്ടോയിൽ ഈ ബോഡി ഉണ്ടായിരുന്നു, പേടിച്ചിട്ടാണ് ഞാൻ അവിടെ കൊണ്ടിട്ടത് എന്ന് പറഞ്ഞു. ഇത് കേട്ട പോലീസുകാർ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. ഓട്ടോക്കാരൻ്റെ അടുത്തായി ഒരു വണ്ടി വന്ന് നിർത്തുകയും അതിൽ നിന്ന് കുറേ പുകയും പുറത്തേക്ക് വന്നു. പുക കാരണം ഓട്ടോയിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുകയും ആകെ അസ്വസ്ഥനായതുകൊണ്ട് വോമിറ്റ് ചെയ്യാനും തുടങ്ങി. ഈ സമയത്താണ് കില്ലർ ബോഡി ഓട്ടോയിൽ വെച്ച് പോവുകയും ചെയ്തത്. രാത്രി ആയതുകൊണ്ട് തന്നെ അയാളുടെ മുഖവും ആ ഡ്രൈവർ കണ്ടില്ലായിരുന്നു.
അങ്ങനെ കാര്യം മനസ്സിലായ അരവിന്ദ് വീരയുടെ വീട്ടിലേക്ക് അന്വേഷണത്തിനായി പോകുന്നു. അവിടെ എത്തി അയാളുടെ ചെറുമകളുമായി സംസാരിച്ചപ്പോഴാണ് ചിദംബരം കൊടുത്ത പണവും ഫയൽസൊക്കെ അരവിന്ദ് കാണുന്നത്. അതും എടുത്ത് അരവിന്ദ് ഇതിന് പിന്നിലുള്ള കാര്യം അറിയാനായി ചിദംബരത്തിന്റെ അടുത്തേക്ക് പോയി. കാരണം ചിദംബരം കൊടുത്ത ആ ഫയലിലെ ഒരാളായിരുന്നു ഇപ്പോൾ മരണപ്പെട്ടത്. ഇത് കണ്ട് സംശയം തോന്നിയ അരവിന്ദ്, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയാണോ, എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ അവന്റെ നിർബന്ധം കാരണം ചിദംബരം 5 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ അരവിന്ദിന്റെ അച്ഛൻ വെങ്കിടേഷും ചിദംബരവും ഒന്നിച്ചായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. വളരെ സമർത്ഥനായ പോലീസ് ഓഫീസറായിരുന്നു വെങ്കിടേഷ്. വെങ്കിടേഷിന്റെ ജൂനിയർ ആയിട്ടാണ് ചിദംബരം ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ വെങ്കിടേഷ് റിട്ടയർ ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു ടൗണിൽ സീരിയൽ കില്ലർ പാറ്റേണിൽ കൊലകൾ നടക്കുന്നതും അത് അന്വേഷിക്കാനായി വെങ്കിടേഷിനെ ഏൽപ്പിക്കുകയും ചെയ്തു. റിട്ടയർമെന്റ് ടൈമിലെ കേസ് ആയതുകൊണ്ട് തന്നെ ആ കൊലയാളിയെ കണ്ടെത്തണമെന്ന് അയാൾക്ക് വാശിയായിരുന്നു. ഇതിനായി ചിദംബരത്തിനെയും കൂടെ കൂട്ടി. എന്നാൽ ഇതേ സമയത്താണ് ചിദംബരത്തിന്റെ വീടിനടുത്തുള്ള പെൺകുട്ടി ഇതേ പാറ്റേണിൽ മരിക്കുന്നത്. ആ പെൺകുട്ടിയും ചിദംബരവും തമ്മിൽ നല്ല അടുപ്പമായതുകൊണ്ട് തന്നെ അത് ചിദംബരത്തിനെ മാനസികമായി തളർത്തി. കുറച്ചു കാലം കേസിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ആ സമയത്താണ് വെങ്കിടേഷ് സ്മൈൽമാനെ കണ്ടുപിടിച്ചെന്നും ചുട്ടുകൊന്നെന്നുമുള്ള വാർത്ത ന്യൂസ് പേപ്പറിൽ വരുന്നത്. എന്നാൽ ഒരു ദിവസം ലക്ഷ്മി എന്നൊരു സ്ത്രീ ചിദംബരത്തിനെ കാണാനായി വരികയും കുറച്ച് സങ്കടങ്ങൾ അയാളോട് പറയുകയും ചെയ്തു. വെങ്കിടേഷ് എന്നൊരു ഓഫീസർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറെ ക്യാഷ് തന്നിട്ട് ഏതോ ഒരു കേസിന്റെ കുറ്റം ഏറ്റെടുക്കണമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്നാൽ അവളുടെ ഭർത്താവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇതുവരെ ആൾ തിരിച്ചു വന്നിട്ടില്ല എന്നും അവൾ പറഞ്ഞു. അപ്പോഴാണ് ചിദംബരത്തിനൊരു കാര്യം മനസ്സിലായത്. ഏതോ പാവപ്പെട്ട വീട്ടിലെ പയ്യനെ കുറച്ച് ക്യാഷ് കൊടുത്ത് തന്റെ അഭിമാനം രക്ഷിക്കുന്നതിനായി അയാളെ സ്മൈൽമാൻ എന്നും പറഞ്ഞ് എൻകൗണ്ടർ ചെയ്യുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ചിദംബരം ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ശേഷം നേരെ പോയത് വെങ്കിടേഷിനെ കാണാനായിരുന്നു. അയാളെ കണ്ട് ഈ കാര്യം പറയും. അതെ, റിട്ടയർഡ് ആവുന്നതിന് മുന്നേ എനിക്ക് ഈ കേസ് തെളിയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനെ കാശ് കൊടുത്ത് അയാളെ എൻകൗണ്ടർ ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തതെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട ചിദംബരത്തിന് ആകെ സങ്കടമായി. അങ്ങനെ പിറ്റേ ദിവസം വെങ്കിടേഷിന് റിട്ടയർമെന്റ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. വിളിച്ചത് സ്മൈൽമാൻ ആണെന്നും നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണമെന്നും സ്മൈൽമാൻ അയാളോട് പറഞ്ഞു. ഇതറിഞ്ഞ് ചിദംബരം ഞാനും സാറിന്റെ കൂടെ വരാമെന്നും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പോയി ഒരു കാടിനകത്താണ് എത്തിയത്. അവരങ്ങനെ സ്മൈൽമാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് വെങ്കിടേഷ് ഒരു തോക്കെടുത്ത് ചിദംബരത്തിന് നേരെ ചൂണ്ടി. നീ ഇതൊക്കെ എപ്പോഴെങ്കിലും പുറത്തു പറയുമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് അവന് ഷൂട്ട് ചെയ്തു. എന്നാൽ ഇതേസമയം ചിദംബരം ആണെങ്കിൽ ആ തോക്ക് പിടിച്ച് വാങ്ങി വെങ്കിടേഷിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. എന്നാൽ ആ സമയത്ത് തന്നെയായിരുന്നു കില്ലർ ഒരു വണ്ടിയിൽ അങ്ങോട്ടേക്ക് വരുന്നത് ചിദംബരം കണ്ടത്. പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അവനെ ഫോളോ ചെയ്യാൻ നോക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഥലത്ത് തട്ടി കാറ് മറിഞ്ഞു വീഴുകയും ചെയ്തു. ഈ കഥയൊക്കെ കേട്ട് നിന്ന അരവിന്ദ് ആണെങ്കിൽ അവിടെ നിന്നും പോയി നേരെ ഓഫീസിലേക്ക് പോയി ചിദംബരത്തിന്റെ പേഴ്സണൽ ലൈഫ് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും അന്വേഷിക്കാനായി ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. അങ്ങനെ പല വഴിയിലും അന്വേഷിച്ചപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ആദ്യം കില്ലർ കൊന്നത് 4 സ്ഥലങ്ങളിലെ 4 പേരെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കില്ലർ കൊല ചെയ്യുന്നത് ചിദംബരത്തിന് വേണ്ടപ്പെട്ടവരെയും ചിദംബരത്തിന് ചുറ്റുമുള്ള ആൾക്കാരെയുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിക്കാനായി അരവിന്ദ് ശ്രമിക്കാനായി തുടങ്ങി. അങ്ങനെ ചിദംബരത്തിന്റെ വീടിനടുത്ത് പണ്ടൊരു ചെറിയ പെൺകുട്ടി മരിച്ചതായി പറഞ്ഞില്ലേ, ആ കുട്ടിയെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ചിദംബരം ആദ്യം വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ചിത്ര എന്ന നഴ്സിന്റെ മകളാണെന്ന് മനസ്സിലാക്കിയത്. ഇതൊക്കെ കൊണ്ട് തന്നെ സംശയം കൂടി വന്ന അരവിന്ദ് ചിദംബരത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കി അയാളോട് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുവാനായി പറഞ്ഞു. ചിദംബരത്തിന് വീടിന് പുറത്ത് കുറച്ച് പോലീസുകാരെയും കാവലിനായി നിർത്തി. എന്നാൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് ചിദംബരം വാശി പിടിച്ച് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി കുറച്ച് മീഡിയാസിനെയൊക്കെ വിളിച്ചു വരുത്തി ഇപ്പോൾ നടന്ന കൊലപാതകത്തിനും 5 വർഷം മുൻപ് നടന്ന കൊലപാതകത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ഇത് ആരോ കോപ്പി അടിച്ച് ചെയ്യുന്നതാണെന്നും പറഞ്ഞു. കൂടാതെ ഈ കേസ് അന്വേഷണത്തിന്റെ ഡ്യൂട്ടിയിൽ വീണ്ടും ഞാൻ റീജോയിൻ ചെയ്തിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഇതൊക്കെ ചിദംബരത്തിന്റെ ഒരു തന്ത്രമായിരുന്നു. ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തിയ പോലീസ് അവനോട് ചോദിക്കുന്നു, ഹോസ്പിറ്റലിലേക്ക് എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്, എന്തിനാണ് മീഡിയയിൽ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇത് കേട്ട് ചിദംബരം പറയും, ഞാൻ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും ആ കില്ലർ കൊല്ലുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് മോശമായിട്ടുള്ള 4 ആളുകളെ കണ്ടുപിടിച്ച് അവരെ കില്ലർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തത്. അവരെ അവൻ കൊല്ലുകയും ചെയ്തു. അവസാനമായി ഞാൻ കണക്ഷനിലായത് വീരയുമായാണ്. എന്നാൽ വീരയെയും അവൻ കൊന്നുകളഞ്ഞു. ഞാനും ആ കില്ലറും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കൂടാതെ 5 വർഷം മുൻപ് നടന്ന കൊലപാതകവും ഇപ്പോൾ നടക്കുന്ന കൊലപാതകവും ചെയ്യുന്നത് ഒരാളല്ല, ആരെങ്കിലും കോപ്പി അടിച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ തേടി വരാൻ സാധ്യതയുണ്ടെന്നും ചിദംബരം അവരോട് പറഞ്ഞു. ഇതേ സമയം അരവിന്ദ് ചിദംബരം ആദ്യം കല്യാണം കഴിക്കാനായി തീരുമാനിച്ച ചിത്ര നഴ്സിനെ പറ്റി അറിയാനായി അവൾ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ചിത്രയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന പ്രഭു എന്ന ആളോട് ചോദിക്കാനായി അവിടെയുള്ളൊരു സ്റ്റാഫ് പറഞ്ഞു. ശേഷം അരവിന്ദ് മോർച്ചറിയിലേക്ക് പോയി പ്രഭുവിനെ കണ്ടു.
പ്രഭു പറഞ്ഞു, അവൾക്ക് ഞാൻ ചേട്ടനെ പോലെയായിരുന്നു. അവളെപ്പോഴും അവളുടെ മകളെപ്പറ്റി മാത്രമായിരുന്നു സംസാരിക്കുന്നത്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അയാൾക്ക് കാര്യമായി ഒന്നും അറിയില്ലെന്ന് തോന്നിയതുകൊണ്ട് തന്നെ അരവിന്ദ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ശേഷം ചിദംബരം അടുത്തത് കില്ലർ ആരെയാണ് കൊല്ലാൻ സാധ്യതയെന്ന് ചിന്തിക്കുന്ന സമയത്താണ് ആദ്യം എൻകൗണ്ടർ ചെയ്ത് കൊലപ്പെടുത്തിയ അയാളുടെ ഭാര്യയായ ലക്ഷ്മിയെ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അവളുടെ വീടിനടുത്തേക്ക് പോയപ്പോഴേക്കും കില്ലർ അവളെ ഫോളോ ചെയ്ത് വന്ന് വണ്ടി കൊണ്ട് ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വരുന്നുണ്ടായ ചിദംബരത്തിന്റെ കാറിൽ ചോര തെറിക്കുകയും കില്ലർ അവന്റെ കാറിന്റെ 2 സൈഡിൽ നിന്നും ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഡോറ് ലോക്ക് ചെയ്യുകയും ചെയ്തു. ശേഷം അവന്റെ കൺമുന്നിൽ തന്നെ അവളുടെ ബോഡി എടുത്ത് അവന്റെ വണ്ടിയിലേക്ക് ഡബ് ചെയ്തു. ശേഷം ചിദംബരത്തിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് തന്റെ മുഖം മൂടി ഊരി കാണിച്ചു. അത് മോർച്ചറിയിൽ ജോലി ചെയ്തിരുന്ന പ്രഭു തന്നെയായിരുന്നു. അവൻ തന്നെയാണ് ഈ സീരിയൽ കില്ലർ. അങ്ങനെ പിറ്റേ ദിവസം അരവിന്ദിന്റെ എൻഗേജ്മെന്റ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ വീടിന്റെ ഉള്ളിൽ ലക്ഷ്മിയെ കൊന്നിട്ട് അവളുടെ ബോഡി കെട്ടിത്തൂക്കി കിടക്കുന്ന അവസ്ഥയിൽ കാണുന്നത്. അതിലൊരു കുറിപ്പും ഉണ്ടായിരുന്നു. എന്നെ നിങ്ങൾ എൻകൗണ്ടർ ചെയ്ത് കൊലപ്പെടുത്തിയില്ലേ, ഇനി നിങ്ങൾക്കുള്ളത് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. അടുത്ത ദിവസം കില്ലർ ആണെങ്കിൽ ചിദംബരത്തിന്റെ വീട്ടിൽ വന്ന് അവനെ കൊല്ലാനായി ശ്രമിക്കുന്നു. എന്നാൽ ചിദംബരം അവനെ തിരിച്ചും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞ് ഒരു കഥ പറയാൻ തുടങ്ങി. പ്രഭു ഹോസ്പിറ്റലിലെ മോർച്ചറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവന് വേറെ ആരും ഉണ്ടായിരുന്നില്ല. പാവത്തെ പോലെ എല്ലാവരെയും നോക്കി ചിരിക്കും, സംസാരിക്കാനായി ശ്രമിക്കും. എന്നാൽ ഇവൻ മോർച്ചറിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരും അവനോട് കൂട്ടുകൂടിയിരുന്നില്ല. പാവത്തെ പോലെ നടന്നിരുന്ന പ്രഭുവിൻ്റെ ഉള്ളിൽ ഒരു സൈക്കോ പോലെയുള്ള ഒരു മുഖവും ഉണ്ടായിരുന്നു. തന്നോട് ചിരിക്കാത്ത ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി കൊന്ന് വായ വലിച്ചു കീറി ചിരിപ്പിക്കുന്ന പോലെയാക്കി അവനും അവരെ നോക്കി ചിരിക്കും. അതിലായിരുന്നു അവൻ സന്തോഷം കണ്ടെത്തിയിരുന്നത്. ആ സമയത്താണ് ചിത്ര എന്ന നഴ്സ് ആ ഹോസ്പിറ്റലിലേക്ക് ജോലിക്കായി വരുന്നത്. അവൾ പ്രഭുവിനെ നോക്കി ആത്മാർത്ഥമായി ചിരിക്കുകയും സംസാരിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. തന്നോട് ആരും തന്നെ ഇതുവരെ ഇങ്ങനെ പെരുമാറാത്തതുകൊണ്ട് പ്രഭുവിന് അവളോട് സ്നേഹം തോന്നാനായി തുടങ്ങി. അവൾ താമസിക്കുന്ന വീടൊക്കെ അവളെ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചു. അവൾക്കൊരു മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ വീടിന്റെ അയൽവാസിയായിരുന്നു നമ്മുടെ ചിദംബരം. മകൾ എപ്പോഴും ചിദംബരം അങ്കിളിന്റെ കൂടെയായിരുന്നു. അവർ തമ്മിൽ വളരെ സ്നേഹവുമായിരുന്നു. പ്രഭുവിനോടും ചിത്രക്കും ഇപ്പോൾ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. പ്രഭു അങ്ങനെ തൻ്റെ സൈക്കോ സ്വഭാവമൊക്കെ മറച്ചുവെച്ച് അവളെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം അവളോട് പറഞ്ഞു. എന്നാൽ മകൾക്ക് പ്രഭുവിനെ ഇഷ്ടമായാൽ നോക്കാമെന്നായിരുന്നു അവളുടെ മറുപടി. ശേഷം പ്രഭു ഡെയിലി അവളുടെ വീട്ടിലേക്ക് പോയി മകളുടെ ഇഷ്ടം പിടിച്ചുപറ്റാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവൾക്ക് പ്രഭുവിനെ അത്ര ഇഷ്ടമായിരുന്നില്ല. അവൾക്ക് അമ്മയെ ചിദംബരം അങ്കിളിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു താല്പര്യം. ഇതറിഞ്ഞ പ്രഭു ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പാവ എടുത്ത് അവളുടെ മുഖത്തേക്ക് എറിയുന്നു. എന്നാൽ ആ പെൺകുട്ടി വിഷമത്തോടെ നേരെ പോയത് ചിദംബരത്തിന്റെ അടുത്തേക്കായിരുന്നു. എന്നിട്ട് അങ്കിളിന് എന്നെ ഇഷ്ടമല്ലേ, അങ്കിളിന് എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അമ്മക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമെന്നായിരുന്നു ചിദംബരം മറുപടി പറഞ്ഞത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് പ്രഭു കേൾക്കുന്നുണ്ടായിരുന്നു. പ്രഭു ആ സമയത്ത് കൊലപ്പെടുത്തിയ കേസുകളൊക്കെ അന്വേഷിക്കുന്നതും ഈ ചിദംബരമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചിത്ര പ്രഭുവിനോട് പറയും, നിന്നെ എൻ്റെ മകൾക്ക് ഒരു ദിവസം ഇഷ്ടമാവും, അന്ന് നമ്മൾക്ക് കല്യാണം കഴിക്കാം, അതുവരെ നീ വെയിറ്റ് ചെയ്യൂ എന്ന്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ പ്രഭു ഓരോ പാവയും വാങ്ങി അവളുടെ വീട്ടിലേക്ക് പോവും. അങ്ങനെ ഒരു ദിവസം മകൾ ഒറ്റയ്ക്കുള്ള സമയത്ത് പാവയുമായി പോയി, നീ സമ്മതിച്ചാൽ നിന്റെ അമ്മ എന്നെ വിവാഹം കഴിക്കും, എന്നിട്ട് നമ്മൾക്ക് 3 പേർക്കും സന്തോഷമായി ജീവിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവളാണെങ്കിൽ എനിക്ക് അങ്കിളിന് ഇഷ്ടമല്ലെന്നും അടുത്ത വീട്ടിലെ അങ്കിളിനെ വിവാഹം കഴിക്കാമെന്ന് അമ്മ സമ്മതിച്ചിട്ടുണ്ടെന്നും വെറുതെ പറയും. ഇത് കേട്ട ദേഷ്യം വന്ന പ്രഭു ആണെങ്കിൽ ആ കുട്ടിയോട് ഉറക്കെ അലറുകയും ആ പെൺകുട്ടി പേടിച്ച് പുറത്തേക്ക് ഓടുകയും ചെയ്തു. അവനും പുറകെ ഓടി. എന്നാൽ ഈ സമയത്തായിരുന്നു ബൈക്കിൽ ചിദംബരം അങ്ങോട്ടേക്ക് വരുന്നത്. ചിദംബരം അങ്കിളിൽ നിന്ന് മകൾ ഉറക്കെ വിളിക്കുകയും പ്രഭു ആണെങ്കിൽ അവളെ പിടിച്ച് അവളുടെ വായ മൂടി വെക്കുകയും ചെയ്തു. ചിദംബരം എന്തോ ശബ്ദം കേട്ട് ചുറ്റും നോക്കിയെങ്കിലും ഒന്നും കാണാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ബൈക്കും എടുത്ത് പോവുകയും ചെയ്തു. ഇതേ സമയം വായ മൂടി പിടിച്ചതുകൊണ്ട് ശ്വാസം കിട്ടാതെ ആ പെൺകുട്ടി മരണപ്പെട്ടു. പ്രഭു ആദ്യം ഇത് കണ്ട് സങ്കടപ്പെട്ടെങ്കിലും പിന്നീട് ഇനി ചിത്രയെ കല്യാണം കഴിക്കാൻ ഒരു തടസ്സവും ഇല്ലല്ലോ എന്നോർത്ത് സന്തോഷിച്ച് ആ കുട്ടിയെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി വായ വലിച്ചു കയറി ചിരിപ്പിച്ച അവസ്ഥയിൽ ബോഡി ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ചിത്രയാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ തൂങ്ങി മരിച്ചു. അത് പ്രഭു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അവനെ ഒരുപാട് തളർത്തുകയും ചെയ്തു. ശേഷം വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. പ്രഭു ചിദംബരത്തിനോട് പറയും, എനിക്ക് ആരുമില്ലാത്തതുപോലെ നിനക്കും ആരും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടപ്പെട്ടവരെയും നിന്റെ ചുറ്റുപാടിലുള്ളവരെയും ഞാൻ കൊന്നുകളഞ്ഞതെന്ന്. അത് പറഞ്ഞ് വീണ്ടും അവൻ ചിദംബരത്തിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇതേ സമയം അരവിന്ദിനും കീർത്തനയ്ക്കും അടുത്തതിനി കില്ലർ കൊല്ലാൻ പോകുന്നത് ചിദംബരത്തിനെ ആവുമോ എന്ന് സംശയം തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ വീട്ടിലേക്ക് പോകും. ഇവരുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് സ്മൈൽമാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ചിദംബരത്തിനെ ഇവർ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്തു. എന്നാൽ ആ കില്ലർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിദംബരം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഉടനെ തന്നെ മോർച്ചറിയിലേക്ക് പ്രഭുവിനെ കാണാനായി പോകുന്നു. അവിടെ വെച്ച് നടക്കുന്ന ഫൈറ്റിൽ 2 പേരും കുറേ നേരം പിടിച്ചു നിന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ചുറ്റികയെടുത്ത്
പ്രഭുവിൻ്റെ തലയിലേക്ക് അടിച്ച് അവനെ ചിദംബരം കൊല്ലുന്നു. അങ്ങനെ യഥാർത്ഥ സ്മൈൽമാനെ ചിദംബരം കൊലപ്പെടുത്തി. അന്നേ ദിവസം തന്നെ മീഡിയയോട് അരവിന്ദ് പറയും യഥാർത്ഥ സ്മൈൽമാനെ കണ്ടുപിടിച്ചു, അയാളെ ചിദംബരം കൊന്നു എന്നും. ശേഷം അവൻ്റെ അച്ഛൻ ചെയ്ത തെറ്റുകളും അവൻ ഏറ്റുപറയുന്നു. അതിനുശേഷം ചിദംബരത്തെ കാണിക്കുന്നു. അൽഷിമേഴ്സ് കൂടിയതുകൊണ്ട് തന്നെ അവൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ചികിത്സയിലായിരുന്നു. ചില കേസുകളൊക്കെ അതിക്രൂരമായതുകൊണ്ട് തന്നെ വിചാരണ നടക്കുന്ന സമയത്ത് തന്നെ അതൊന്നും മറന്നുപോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ട്. അത്തരമൊരു മറവി ഒരു വരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ചിദംബരത്തിനെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ കഥ എല്ലാവരും രസകരമായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെയുള്ള നല്ല നല്ല കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.